തേഴ്സ്ഡേ രാത്രി ആയിക്കഴിഞ്ഞാൽ തന്നെ എല്ലാവരും ഇവിടെ ഒരു വീക്കെൻഡ് മൂഡിലെത്തും. കാരണം വെള്ളിയാഴ്ച ഹാഫ് ഡേ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം വീക്കെൻഡ് ഒന്ന് റിലാക്സ്, എല്ലാവർക്കും ഒന്ന് റിലാക്സ് ആവാൻ പറ്റിയൊരു സമയമാണ്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഞാനും ഒരു റിലാക്സ്ഡ് മൂഡിലാണ് ഉള്ളത്. കാരണം സാനു സ്കൂളിൽ നിന്ന് നേരത്തെ വരും, 12 മണിയാകുമ്പോഴേക്കൊക്കെ സ്കൂൾ വിടും. അപ്പോൾ സാധാരണ എല്ലാ ഫ്രൈഡേയും വളരെ ലൈറ്റായിട്ട് എന്തെങ്കിലും ഒരേ ഒരു ടിഫിൻ മാത്രം പാക്ക് ചെയ്താൽ മതി. കാരണം ഒരേ ഒരു ബ്രേക്ക് പീരീഡാണ് ഉള്ളത്. അപ്പോൾ വളരെ ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെയാണ് സാധാരണ ഞാൻ കൊടുത്തു വിടാറുള്ളത്. അപ്പോൾ ഇന്ന് തലേ ദിവസം തന്നെ സാനു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹക്ക നൂഡിൽസ് വേണം, ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ കാരണം സാനുവിന് വേണ്ടിയിട്ട് ഇന്ന് ഹക്ക നൂഡിൽസ്, വെജിറ്റബിൾ നൂഡിൽസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചു. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് തലേ ദിവസം രാത്രി തന്നെ എല്ലാം കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു. നൂഡിൽസും വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ക്യാരറ്റ്, ക്യാബേജ്, പിന്നെ 2 കളറിലുള്ള ക്യാപ്സിക്കം. കുറേ വെജിറ്റബിൾസ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ അത് കാരണം കുറച്ചേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഒരു പകുതി സവാളയും പിന്നെ 2 വെളുത്തുള്ളിയും കൂടിയും അതിലേക്ക് ചേർത്തു. ഇപ്പോൾ നൂഡിൽസും ഇവിടെ രാത്രി തന്നെ ഞാൻ വേവിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുറച്ച് ഒരു ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ടൊന്ന് വഴഞ്ഞതിന് ശേഷം അതിലേക്ക് സ്വീറ്റ് ചില്ലി സോസ്, ഗ്രീൻ ചില്ലി സോസ്, സോയ സോസ്, പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ്, പെപ്പർ പൗഡർ, കുറച്ച് സോൾട്ടും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് മസാലയൊക്കെ സോസൊക്കെ നന്നായിട്ട് ആയതിന് ശേഷം അതിലേക്ക് നമ്മുടെ നൂഡിൽസും കൂടി ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് നേരം ഒരു ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു. അപ്പോൾ അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഹക്ക നൂഡിൽസ് അതിൽ റെഡിയായി. ഞാൻ മസാല സോസൊന്നും അധികം ഒഴിച്ചിട്ടില്ല, ഒരുവിധം കുറച്ച് ലൈറ്റായിട്ടേ ഒഴിച്ചിട്ടുള്ളൂ. കാരണം അധികം എരിവ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ കുറച്ച് എക്സ്ട്രാ തന്നെ ഞാൻ ടിഫിൻ ബോക്സിൽ ആക്കുന്നുണ്ട്. കാരണം വെള്ളിയാഴ്ച കുട്ടികൾ ഒരു വീക്കെൻഡ് മൂഡിലൊക്കെ ഉള്ള കാരണം അവർ ക്ലാസ്സിലൊക്കെ തമ്മിൽ ഫുഡ് ഇതുപോലെ ഷെയർ ചെയ്ത് കഴിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സ്ട്രാ വെക്കണം എന്നൊക്കെ പറഞ്ഞ കാരണം കുറച്ച് അധികം തന്നെ സാനുവിന് വെച്ചിട്ടുണ്ട് ബോക്സിൽ. അങ്ങനെ സ്കൂളിലേക്കുള്ള ടിഫിൻ ബോക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ നൂഡിൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡപ്പയിൽ ടിഫിൻ ബോക്സിൽ വെക്കുന്ന സമയത്ത് ചോപ്സ്റ്റിക് കൊണ്ട് കഴിക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു ചോപ്സ്റ്റിക്ക്, ഇത് പ്ലാസ്റ്റിക്, ഇത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. ഇത് ഞങ്ങൾ കഴിഞ്ഞ സിംഗപ്പൂർ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. കുറച്ച് ചോപ്സ്റ്റിക്ക് കുറച്ചധികം തന്നെ വാങ്ങിച്ചു. അപ്പോൾ ചോപ്സ്റ്റിക്ക് എന്തായാലും വെക്കണം എന്ന് പറഞ്ഞ് നിർബന്ധം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വെച്ചിട്ടുണ്ട് ഞാൻ. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ ഇനി ചോപ്സ്റ്റിക് കൊണ്ട് കഴിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നും വിചാരിച്ചിട്ട് ഒരു ഫോർക്കും കൂടി ഇതിൻ്റെ കൂടെ ഞാൻ വെക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ആളെന്നെ ഒന്ന് എണീപ്പിക്കണം, അതാണ് ഏറ്റവും വലിയൊരു പണി. സാനോ എനിക്ക് സമയമായി. ഇനി ഞാൻ 5 മിനിറ്റ്സ് വേറെ തരില്ല കേട്ടോ, ഒരേ ഒരു 5 മിനിറ്റ്സേ തരുള്ളൂ. ഓക്കെ, ഇന്ന് ഫ്രൈഡേ അല്ലേ, വേഗം തിരിച്ചെത്താം വീട്ടിലേക്ക്. ഓക്കെ, 5 minutes. സാനോ എണീക്ക്, സാനു സമയമായി, 10 minutes ആയി. സാനു എനിക്ക് ഇപ്പോൾ ഈ സ്കൂളിൽ പോകാൻ റെഡിയാവുന്നതിൻ്റെ കൂട്ടത്തിൽ വലിയൊരു പണിയാണ് ഈ അയൺ ചെയ്യുക എന്നുള്ളത്. ഞാൻ എപ്പോഴും വിചാരിക്കും യൂണിഫോമൊക്കെ തലേ ദിവസം രാത്രി തന്നെ അയൺ ചെയ്ത് വെക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെ പറ്റാറില്ല. എന്തെങ്കിലുമൊക്കെ ഒരു ജോലി തിരക്കൊക്കെ ആയിട്ട് എന്തെങ്കിലും അതെടുത്ത് വെച്ച് ഇതെടുത്ത് വെച്ച് അങ്ങനെ ഓരോന്നങ്ങനെ ചെയ്യുമ്പോഴേക്കും അധികം എന്താ പറയുക, വളരെ ലേറ്റാവും. പിന്നെ അത് അയൺ ചെയ്യാൻ പറ്റാറില്ല. എപ്പോഴും രാവിലെയാണ് എൻ്റെ അയണിങ്ങൊക്കെ നടക്കുന്നത്. ഒരു 6 മണി കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഭയങ്കര റോഡിൽ സ്കൂൾ ബസ്സിൻ്റെയൊക്കെ തിരക്കാണ്. ഇപ്പോൾ ഇവിടെ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ കാണാം ലൈൻ ബൈ ലൈൻ ഓരോരോ സ്കൂളിൻ്റെ ഓരോരോ ബസ്സുകളൊക്കെ 6 മണിയാകുമ്പോൾ തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി തുടങ്ങും.
ഇന്ന് എണീക്കാൻ നേരം വൈകിയ കാരണം റെഡി ആവാനും കുറച്ച് നേരം വൈകി. സാധാരണ 7:10 റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങാറാണ് പതിവ്. അപ്പോൾ ഇന്ന് 7:15 ആവാറായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഷൂ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അതല്ല ഞാൻ പറഞ്ഞേ, വെള്ളിയാഴ്ച ആയിക്കഴിഞ്ഞാൽ തന്നെ എല്ലാവരും ഒരു വീക്കെൻഡ് മൂഡിലെത്തും. എല്ലാം ഒന്ന് സ്ലോ ആവും. ഇപ്പോൾ സ്കൂളിൽ വിട്ട് വന്ന് തിരിച്ച് വീട്ടിലെത്തി ഒന്ന് ഇരിക്കുമ്പോഴേക്കും അടുത്തത് പിക്ക് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ വേഗം വന്നിട്ട് ഇപ്പോൾ ഉച്ചത്തെ ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ വേഗം തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ചിക്കൻ ബ്രസ്റ്റ് അവിടെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് രാവിലെ ഞാൻ എണീറ്റ ഉടനെ തന്നെ അതെടുത്ത് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഐസൊക്കെ ഒന്ന് പോയി. അപ്പോൾ അത് ഇതുപോലെ നല്ല നൈസായിട്ട് ചെറിയ പീസായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് എടുത്തു. അപ്പോൾ എന്തെങ്കിലും കയ്യിൽ കിട്ടുന്ന ഓരോരോ മസാലകൾ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഒരു ചിക്കൻ, പേരില്ലാത്തൊരു ചിക്കൻ അങ്ങോട്ട്, സാധാരണ ഇപ്പോൾ വെള്ളിയാഴ്ചയൊക്കെ എല്ലാം അതുപോലെ ഒരു തട്ടിക്കൂട്ടാണ്. അപ്പോൾ പേരില്ലാത്തൊരു ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തൊന്ന് വെച്ചതിന് ശേഷം പിന്നെ ബാക്കി സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം പിന്നെ ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം എന്തായാലും സമയമുണ്ടല്ലോ. അപ്പോൾ നേരത്തെ തന്നെ 12 ആകുമ്പോഴേക്കൊക്കെ സാധനം വീട്ടിലെത്തും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മെല്ലെ ചെയ്താൽ മതി. അപ്പോൾ കുരുമുളക് കുറച്ച് അധികം തന്നെ ഇട്ടു ഞാൻ. ഉപ്പ്, കുരുമുളകിൻ്റെ പൊടി, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെച്ചു. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ രാവിലെ നൂഡിൽസിന് കട്ട് ചെയ്ത ബാക്കി സവാള ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിലേക്ക് കട്ട് ചെയ്ത് അങ്ങോട്ട് ചേർത്തു. അപ്പോൾ ഇതിനി മൂടി വെച്ചതിന് ശേഷം ചായ ഉണ്ടാക്കാൻ വിചാരിച്ചപ്പോഴാണ് ചായക്ക് പാലുണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം തന്നെ നൂണിൽ ഓർഡർ ചെയ്തു. ഒരു 15 മിനിറ്റ് ആകുമ്പോഴേക്കും സാധനങ്ങളൊക്കെ വീട്ടിൽ എത്തി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് TV ഒന്ന് ഓൺ ചെയ്ത് നോക്കിയപ്പോൾ അമേസോൺ പ്രൈമിൽ റായൻ സിനിമ വന്നത് കണ്ടത്. അപ്പോൾ സാധാരണ വീക്കെൻഡൊക്കെയാണ് ഞങ്ങളുടെ മൂവി ടൈം ഉണ്ടാവാറ്. അപ്പോൾ റായൻ സിനിമ അതൊന്ന് ഓൺ ചെയ്ത് വെച്ചിട്ട് ചായ ഉണ്ടാക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാല് കൂടാതെ വേറൊരു സാധനം കൂടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നൂണിൽ. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റിൻ്റെ, ഒരു വലിയൊരു പാക്കറ്റ് ബിസ്ക്കറ്റിൻ്റെ കോംബോ പാക്കറ്റും പിന്നെ ലബാൻ്റെ 2 വലിയ ഒരു കോംബോ പാക്ക് പോലെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്തിനാണെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു ചാരിറ്റി ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പ് വഴി ഞങ്ങൾ എല്ലാ ഫ്രൈഡേയും ഈ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, പിന്നെ ഈ ഡെലിവറി ആൾക്കാർ, അപ്പോൾ അവർക്കൊക്കെ ലഞ്ച് ടൈമിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഫുഡ് ഐറ്റംസ് ഇതുപോലെ ലബാൻ, കാരണം ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ ഇതൊക്കെ സാധാരണ ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഇതൊരു രജിസ്റ്റേർഡ് ഒരു ചാരിറ്റി ഓർഗനൈസേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചു വെച്ചതാണ്. ഇപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും വന്ന് അത് കളക്ട് ചെയ്യും. എന്നിട്ട് അവർ ആ സമയത്ത് ഒരു 12-1 മണിയാകുമ്പോൾ അത് ഡെലിവറി ചെയ്യും. അപ്പോൾ ഈ ഗ്യാപ്പിൽ ചായ റെഡിയായി. ഒരു 5 മിനിറ്റ് ഒന്നിരുന്ന് റായൻ സിനിമയൊന്ന് കണ്ടിട്ട് പിന്നെ കുളിച്ച് റെഡിയായി വന്നിട്ട് പിന്നെ വീണ്ടും സ്കൂളിലേക്ക് പോകണം സാനുവിനെ പിക്ക് ചെയ്യാൻ. അപ്പോൾ സാനുവിനെ പിക്ക് ചെയ്യാതെ ഞാൻ സ്കൂളിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ വെള്ളിയാഴ്ച ആയ കാരണം തന്നെ നേരത്തെ സ്കൂള് വിടണ കാരണം നല്ല തിരക്കുണ്ട്, ട്രാഫിക് ഉണ്ട്, വണ്ടികളൊക്കെ അവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ വീട്ടിലേക്ക് എത്തിയതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ്റെ പണി അങ്ങോട്ട് തുടങ്ങി ഞാൻ. അപ്പോൾ കുറച്ച് ബട്ടർ ഇട്ടിട്ട് ആ ചിക്കന് മാരിനേറ്റ് ചെയ്തത് അതിലേക്ക് ഇട്ടു. പിന്നെ കുറച്ച് ഗാർലിക് പൗഡർ, ജിഞ്ചർ പൗഡർ, പിന്നെ കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇട്ടിട്ട് ചിക്കൻ നന്നായിട്ട് വേവുന്ന വരെ നന്നായി ഒന്ന് വഴറ്റി എടുക്കണം. സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം യൂണിഫോം പോലും മാറ്റിയിട്ടില്ല ആൾ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കയ്യിൽ കിട്ടിയതൊക്കെ ഞാൻ കുറച്ച് മസാലപ്പൊടികളൊക്കെ കയ്യിൽ കിട്ടിയതൊക്കെ ഇട്ടു. കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു, നോർമൽ ചില്ലി പൗഡർ ഇട്ടു. പിന്നെ ഫ്രിഡ്ജ് തുറന്നപ്പോൾ അതിൽ നാൻഡോസിൻ്റെ സോസ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്നിങ്ങനെ ഫ്രൈ ചെയ്ത് എടുത്തു. പിള്ളേർ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മൾ അമ്മമാർക്ക് വലിയൊരു പണിയുള്ളത് അവർ എല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങോട്ട് ഇട്ടിട്ട് പോവും. ID കാർഡ്, ടൈ, ബെൽറ്റ്, ഇതെല്ലാം അവിടെ കിടക്കണം. ഇനിയിപ്പോൾ അതെല്ലാം പറക്കി ഒതുക്കി വെക്കണം. കാരണം ഇപ്പോൾ ഇത് എടുത്ത് വെച്ചില്ലെങ്കിൽ ഇനി തിങ്കളാഴ്ച സ്കൂളിൽ പോകാൻ നേരത്തെ ഈ സാധനങ്ങളൊന്നും നമുക്ക്
കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് എവിടെ സാധനം പോയി തന്നെ നമുക്കറിയില്ല. അപ്പോൾ ഇതെല്ലാം എടുത്ത് വെച്ച് അതേപോലെ വന്ന ഉടനെ തന്നെ ഷൂ അഴിച്ച് അതൊരു സൈഡിലേക്ക് ഇട്ടു. ഇപ്പോൾ അതും നമ്മൾ ഭദ്രാക്കി വേറെ അത് ഷൂ വയ്ക്കുന്ന സ്ഥലത്ത് ഷൂ സ്റ്റാൻഡിൽ അവിടെ കൊണ്ടുപോയി വെക്കണം. അതേപോലെ തന്നെ ലഞ്ച് ബാഗ് ഇവിടെ നേരെ വന്നു കഴിഞ്ഞാൽ ആളെടുത്ത് സോഫയുടെ മേലെയാണ് വെക്കാറ്. അപ്പോൾ സോഫയുടെ മേലെ എടുത്ത് ഇനിയിപ്പോൾ ടിഫിൻ ബോക്സ് എല്ലാം കഴുകാനും ഇടണം. ഇതിപ്പോൾ സംഭവങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് കൂടുതൽ സമയം പോണത് ഈ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ഒന്ന് ഒതുക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ തന്നെയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻസിൽ അറിയിക്കണം. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച സാനുവിന് ഡാൻസ് ക്ലാസ് ഉള്ള ദിവസമാണ്. അപ്പോൾ അവൾ തന്നെ വേഗം കുളിച്ച് റെഡിയായി ഇതേ മുടിയൊക്കെ ഉണക്കി ഡാൻസ് ക്ലാസ്സിന് പോവാൻ റെഡിയാവുകയാണ്. അപ്പോൾ ഞങ്ങൾക്കും ഇതൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു വീക്കെൻഡാണ്. അപ്പോൾ ചേട്ടനും ഉണ്ട് ഇന്ന് സാനുവിനെ ഡ്രോപ്പ് ചെയ്യാൻ. അപ്പോൾ സാനുവിനെ ഡാൻസ് ക്ലാസ്സിൽ അങ്ങനെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടാളും ചെറിയൊരു കോഫി ഡേറ്റിന് പോയി. ദൂരെ എങ്ങോട്ടും പോയൊന്നുമില്ല, ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഇപ്പോൾ ഇബൻ ബത്തത്ത മോളിൻ്റെ അടുത്ത് ഇവിടെ ഒരു പെട്രോൾ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ ആ പെട്രോൾ സ്റ്റേഷനിൽ ഒരു ബേക്കറി കട്രീന എന്ന് പറഞ്ഞൊരു ബേക്കറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായി. ഇപ്പോൾ ഇവിടുത്തെ പേസ്ട്രീസും ശരി കോഫി ഇതൊക്കെ നല്ല അടിപൊളിയാണ്. പേസ്ട്രീസ് ഏതായാലും ഞങ്ങളൊന്നും കഴിച്ചില്ല, കാരണം ഞങ്ങളിപ്പോൾ ഒരു നോ ഷുഗർ ഡയറ്റിലിരിക്കുകയാണ്. അതേപോലെ കോഫി മാത്രം ഞങ്ങൾ രണ്ടാളും വാങ്ങിച്ചു, ഷുഗറൊന്നും ഇല്ലാതെ കോഫി മാത്രം കുടിച്ചു. അപ്പം നിങ്ങൾ ഇവിടെ ഇതിപ്പോൾ ഈ കട്രീന ബേക്കറി കുറേ സ്ഥലത്ത് ഇവരുടെ ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ നിങ്ങൾ വരികയാണെങ്കിൽ ഇവരുടെ പേസ്ട്രീസും ഇത് കേക്കും ഇതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, കാരണം അതൊക്കെ അടിപൊളിയാണ്. അപ്പോൾ വായിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോവും. അതുപോലത്തെ ഉള്ള കേക്കും പേസ്ട്രീസും ഒക്കെയാണ്. ഈ ബേക്കറിയുടെ പ്രൊമോഷനൊന്നുമല്ല ഞാൻ ചെയ്യുന്നത്, അത് ട്രൈ ചെയ്ത് നല്ല ടേസ്റ്റുള്ള കാരണമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ചില സമയത്ത് ചില പേസ്ട്രീസിലൊക്കെ അവർ 40% ഓഫും തരാറുണ്ട്. പിന്നെ നിങ്ങൾ 2 കോഫി ഓർഡർ ചെയ്തു. ഇനിയിപ്പോൾ പാല് വേണ്ടാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവിടെ ആൽമണ്ട് മിൽക്കും കോക്കനട്ട് മിൽക്കിൻ്റെയും ഓപ്ഷൻസ് അവർ തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഒരു റൗണ്ടൊക്കെ ഒരു ചെറിയൊരു റൗണ്ട് വർത്താനൊക്കെ പറഞ്ഞ് ചെറിയൊരു റൗണ്ട് അടിച്ച് ഇത് കഴിഞ്ഞ് നേരെ സാധനം മോളെ പിക്ക് ചെയ്തിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ സാധാരണ ഞങ്ങൾ ഫ്രൈഡേ വൈകുന്നേരം കിച്ചൺ ക്ലോസ് ചെയ്യുകയാണ് പതിവ്. ഞാൻ കിച്ചൺ ക്ലോസ് ചെയ്യും. ഇപ്പോൾ രാത്രിക്കുള്ള ഭക്ഷണം ഒന്നെങ്കിൽ ഞങ്ങൾ പുറത്ത് പോവും, അല്ലെങ്കിൽ ഓർഡർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്യുക. ഇനിയിപ്പോൾ കിച്ചൺ ശനിയാഴ്ച രാവിലെ തുറക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.